അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ +2 എക്സാം കഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? കൺഗ്രാജുലേഷൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇനി ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു അനിയനുണ്ട്, +2 കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് റാൻഡംലി വെറുതെ ചോദിച്ചു, എടാ എന്താ അടുത്ത പരിപാടി, എന്താ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു പഠിച്ചോ, എന്താ പഠിക്കണം, എന്താ അല്ല പഠിക്കണം. അപ്പോൾ ചേട്ടാ നീ എന്താ പഠിക്കാൻ പോകുന്നത്, എന്താ നിങ്ങളൊക്കെ പഠിച്ചില്ലേ അതുപോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ നിനക്കൊരു എയിമില്ലേ, ഒരു ഐഡിയ ഇല്ലേ ഇതിനെക്കുറിച്ചിട്ട്. പറഞ്ഞു അതെന്തിലൊക്കെ ചെയ്യാം. അവൻ പറഞ്ഞ അങ്ങനെ ഒഴിവായി. അപ്പോൾ ഞാൻ ചിന്തിച്ചത് നമുക്കെന്നൊന്നും പറഞ്ഞാൽ പണ്ട് പറഞ്ഞു തരാൻ ആരുമില്ല, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ കയറി നോക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അതായത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഒരു കരിയർ ഗൈഡൻസ് കറക്റ്റ് ആയിട്ടില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് അത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അത് റൈറ്റായിട്ട് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക ആളുകളുടെ അവസ്ഥ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നം അത് തന്നെയാണ്, ഇനി എന്ത്? ഇന്ത്യയിൽ ഈ സമയത്തായിരിക്കും ഒരു സ്റ്റുഡൻറ്റ് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കാൻ പോകുന്നത്. ഏത് കോഴ്സ് പഠിക്കും, ഏത് കോളേജ് സെലക്ട് ചെയ്യും, അങ്ങനെ ഒരു 100 കൂട്ടം സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും. ഭൂരിഭാഗം സ്റ്റുഡൻസും ഈ സമയത്തുള്ള പ്രഷറിൻ്റെ പേരിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. ഏതെങ്കിലും പഠിക്കാമെന്ന് ലാസ്റ്റ് അവർ എത്തിച്ചേരും. എന്തായാലും +2 കഴിഞ്ഞ് എന്ത് ചെയ്തുകൂടാ എന്നതിനെക്കുറിച്ച് നമുക്ക് വെറുതെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് എന്തായാലും ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ അഭിപ്രായത്തിൽ അത് ഈ കാലത്തും ഇങ്ങനെ നിലനിന്ന് പോകുന്ന കൺവെൻഷണൽ ഡിഗ്രി കോഴ്സുകൾ തന്നെയാണ്. ഒരു 10-20 വർഷം മുമ്പൊക്കെ BAയോ അല്ലെങ്കിൽ BSCയോ BCom ഒക്കെ പോലുള്ള ഒരു ട്രഡീഷണൽ ഡിഗ്രി ഉള്ളത് തന്നെ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ഡിഗ്രി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? ഈ ലോകം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ജോബ് മാർക്കറ്റും എവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യം ട്രെൻഡ് ആണെന്നുള്ളതിൻ്റെ പേരിലോ നിങ്ങളത് ചെയ്യാൻ നിൽക്കരുത്. അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കൂട്ടുകാരൻ പഠിക്കുന്നുണ്ട്, ഞാനത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതൊക്കെ. കുട്ടികൾ കുറച്ചൊക്കെ ഇങ്ങനെ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പാരൻസ് മിക്കവരും ഇപ്പോഴും ഡിഗ്രി ഇല്ലാതെ നല്ലൊരു ജോലി കിട്ടില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ ഈ രീതിയിൽ പണ്ട് മുതലേ കണ്ടീഷൻഡ് ആയതുകൊണ്ട് ആ ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മെഡിസിൻ, ലോ, എഞ്ചിനീയറിംഗ് പോലുള്ള പ്രൊഫഷണൽ ഡിഗ്രികൾക്ക് മാത്രമേ ഇനി ഇതൊക്കെ ബാധകമായി വരുന്നുള്ളൂ. അല്ലാതെയുള്ള ഏത് തരം ജോലിക്കും എംപ്ലോയീസിന് ഡിഗ്രി വേണ്ട, സ്കില്ല് മതി. എന്തിനു കൂടുതൽ പറയുന്നു? ഗൂഗിൾ, ആമസോൺ, ഫേസ്ബുക്ക്, ആപ്പിൾ പോലുള്ള വമ്പൻ കമ്പനികളിൽ പോലും ആളുകളെ എടുക്കുന്നത് അവരുടെ ഡിഗ്രി നോക്കിയിട്ടല്ല, മറിച്ച് അവരുടെ സ്കിൽ സെറ്റ് നോക്കിയിട്ടാണ്. സോ നിങ്ങളുടെ മക്കളുടെ താല്പര്യങ്ങൾ എന്താണോ അതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇനി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഡിഗ്രി തള്ളി പറഞ്ഞ് വിടുകയല്ല വേണ്ടത്. അതുകൊണ്ടൊരു കാര്യമില്ല. ഇനിയുള്ള യഥാർത്ഥ ചോദ്യം, ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് ആളുകൾക്ക് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്കില്ലുകൾ പ്രധാനമായി 2 തരത്തിലാണുള്ളത്. ഹൈ ഇൻകം സ്കില്ലുകളും ലോ ഇൻകം സ്കില്ലുകളും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് വാല്യൂ കൂടുന്ന സ്കില്ലുകളാണ് ഹൈ ഇൻകം സ്കില്ലുകൾ. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു ഡിസൈനറോ മാർക്കറ്ററോ ഒക്കെയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അതിലുള്ള അറിവും എക്സ്പീരിയൻസും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നവരും നിങ്ങളുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? അതേസമയം ലോ ഇൻകം സ്കില്ലുകളുടെ കാര്യം അങ്ങനെയല്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീടൊക്കെ പെയിന്റ് ചെയ്യാൻ വരുന്ന ഒരു പെയിന്ററുടെ കാര്യം എടുക്കാം. അത് ലോ ഇൻകം സ്കില്ലാണ് പെടുക. അപ്പോൾ അയാൾ എത്ര വർഷമായി ഈ പണി തുടങ്ങിയിട്ട് എന്നതിൽ അവിടെ വിഷയമില്ല. അയാൾ കഴിഞ്ഞ വർഷം ഈ പണി തുടങ്ങിയ ആളാണെങ്കിലും ശരി, 10 വർഷമായിട്ട് ഇത് ചെയ്യുന്ന ആളാണെങ്കിലും ശരി, നാട്ടുനടപ്പനുസരിച്ച് അയാൾ ചെയ്യുന്ന ജോലിക്കൊരു കൂലിയുണ്ട്. അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ശരിയല്ലേ? അതേ നിങ്ങൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ നിങ്ങൾ ഇനിയൊരു സ്കില്ല് പഠിക്കാനായി തീരുമാനിക്കുമ്പോൾ അതൊരു ഹൈ ഇൻകം സ്കില്ലാണെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തണം. ഇന്നത്തെ കാലത്ത് ടെക്നോളജി എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സ്കില്ലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡാറ്റ സയൻസ്, വെബ് ഡെവലപ്മെൻറ്റ് പോലുള്ള സ്കില്ലുകൾക്ക് ഇന്ന് വലിയ ഡിമാൻഡാണ്. ആൻഡ് ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ, ഈ സ്കില്ലുകൾ പഠിച്ചെടുക്കാൻ സാധാരണ ഡിഗ്രി കോഴ്സുകളുടെ പോലെ വർഷങ്ങളുടെ കഷ്ടപ്പാടൊന്നും വേണ്ട. ഓൺലൈൻ കോഴ്സുകൾ ഇക്കാര്യത്തിൽ ഒരു ലൈഫ് സേവർ തന്നെയാണെന്ന് പറയാം.
ഓൺലൈൻ ആകുമ്പോൾ വളരെ കുറഞ്ഞ പൈസ ചെലവിൽ നമ്മുടെ സമയവും സൗകര്യവും ഒക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കില്ലുകളൊക്കെ പഠിച്ചെടുക്കാം. അതായത് ഒരു ക്ലാസ് റൂമിന്റെ പടിക്കെട്ട് പോലും കാണാതെ നിങ്ങൾക്ക് എക്സ്പേർട്ട് ലെഡ് കോഴ്സുകളുടെ ഭാഗമാവാം, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് നേടാം, പ്രാക്ടിക്കൽ സ്കില്ലുകളും സ്വന്തമാക്കാം. അതുപോലെ റാപ്പിഡ് ഗ്രോത്ത് നടക്കുന്ന ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീൽഡാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സെക്ടർ വളരെ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ വലിയൊരു ചേഞ്ച് ഹെൽത്ത് കെയർ മേഖലയിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ എന്നും പറഞ്ഞ് എല്ലാവരും ഡോക്ടറോ നഴ്സോ ഒക്കെ ആവാൻ ഇറങ്ങിപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അവരെ പോലെ തന്നെ ഡിമാൻഡുള്ള ആളുകളാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റികളും ഒക്കെ മാനേജ് ചെയ്യുന്ന മറ്റാളുകൾ. ആൻഡ് ഇതിനു വേണ്ട സ്കില്ലുകളും സർട്ടിഫിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ഈ കാലത്ത് ഈസിയായി ഓൺലൈൻ കോഴ്സുകളിലൂടെ നേടാവുന്നതേ ഉള്ളൂ. പിന്നെ സ്കില്ലുകൾ നേടിയെടുക്കുന്നത് മാത്രമല്ല, അതിൽ എല്ലാ കാലത്തും അപ്ഡേറ്റഡ് ആയി ഇരിക്കേണ്ടതും വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ എപ്പോഴും എവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോബ് മാർക്കറ്റിൽ എന്നും റെലവൻ്റായി നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അതിനും നേരത്തെ പറഞ്ഞ ഓൺലൈൻ കോഴ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് സഹായകമായി ഉണ്ടാവുക. എന്തായാലും ഇന്ന് ഈ ലോകം മുഴുവൻ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സോ ധൃതിപ്പെട്ട ഒരു ഡിഗ്രി എടുക്കാതെ കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, വേണ്ട പോലെ റിസർച്ച് ചെയ്യുക, എന്തൊക്കെ സ്കില്ലുകൾക്കാണ് ഇന്നത്തെ കാലത്ത് ഡിമാൻഡ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുക. ആഫ്റ്റർ ഓൾ നിങ്ങളുടെ വാല്യൂ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ലുകൾ തന്നെയാണ്.